കൊടും ക്രൂരതയ്ക്ക് അവസാനമില്ലെന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ കേട്ട് സുപരിചിതയായ ലീലയുടെ ജീവിതം. ദുഃഖത്തിന്റെ ഭാരവുമേന്തി ജീവിതയാത്രയിൽ തളരാതെ മുന്നോട്ടു പോയ ലീലയുടെ കഥ ആരും തന്നെ മറക്കാനിടയില്ല. സഹോദരപുത്രൻ രമേശിന്റെ ക്രൂരമായ ചെയ്തിയിലാണ് ലീലയ്ക്ക് ചെറുതാണെങ്കിലും സ്വർഗമെന്ന് കരുതിയിരുന്ന വീട് നഷ്ടപ്പെട്ടത്. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ഈ അമ്മയുടെ അവസ്ഥ കണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഷെഡ് ഒരുക്കി നൽകിയിരുന്നു. എന്നാൽ ആ കൂരയും തകർത്തതിന്റെ പിന്നിലും രമേശാണെന്ന വിശ്വാസത്തിലാണ് ലീല. എവിടെയെങ്കിലും പോകണം, എവിടെ പോകാനും ചേച്ചിയുടെ വീട്ടിൽ തന്നെ പോകണം. അന്ന് ഞാൻ പോയത് ചേച്ചിയുടെ വീട്ടിലാണ് 2 ദിവസം. അമ്മയുടെ സമയത്തൊക്കെ അതുപോലെ അപ്പൊ എന്തായിടണമെന്നും പറഞ്ഞു. ദുരിതമൊഴിയാതെ ലീലയുടെ ജീവിതം ഇനിയും ബാക്കി. സഹോദരപുത്രൻ രമേശിന്റെ ക്രൂരമായ പ്രവൃത്തിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവിവാഹിതയായ ലീലയുടെ വീട് നഷ്ടപ്പെടുന്നത്. സംഭവത്തിൽ രമേശിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അന്തിയുറങ്ങാൻ ഇടമില്ലാതായ ലീലയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഷെഡ് ഒരുക്കുകയും ചെയ്തു. പൊളിച്ചു കളഞ്ഞ വീടിന് സമീപം നിർമ്മിച്ച ഷീറ്റ് മേന താൽക്കാലിക ഷെഡിലായിരുന്നു 5 മാസക്കാലമായി ലീലയുടെ താമസം. ആദ്യം പൊളിച്ച വീട്ടിൽ രമേശിനും കുടുംബത്തിനുമൊപ്പമായിരുന്നു ലീല താമസിച്ചിരുന്നത്. ലീലയ്ക്ക് അവകാശമായി ലഭിച്ച 6 സെന്റിൽ ടൗൺ മെർച്ചന്റ്സ് അസോസിയേഷൻ പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. താൽക്കാലിക ഷെഡും പൊളിച്ചതിനെ തുടർന്ന് ലീല ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടി. തീരാ ദുഃഖത്തിന്റെ വേദനയിലും തളരാതെ സത്യത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോവുകയാണ് ഈ പറവൂർക്കാരി. മുകളിലത്തെ ഷീറ്റ് കാണാനേ ഇല്ല. പടിഞ്ഞാറ് വശം ഷീറ്റ് പൊളിച്ചിട്ടേക്കാണ്. ഇപ്പൊ നമുക്ക് അതിനകത്ത് കിടക്കാനൊന്നും പറ്റില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി താമസിച്ചിരുന്ന വീട് JCB വെച്ചിട്ട് അവൻ പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമാണ് എനിക്ക് നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ ഷെഡ് പണിത് തന്നത്. ഞാൻ അതിലാണ് ഇപ്പൊ താമസിക്കണത്, അന്തി ഉറങ്ങണതും. ചില സമയങ്ങളിൽ നല്ല മഴ പെയ്യുമ്പോൾ മാത്രം അവിടെ നിന്ന് മാറാറുള്ളൂ. ഇന്നലെ വരെ ഞാൻ അവിടെയാണ് കിടന്നത്. ഇന്ന് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്നപ്പോൾ അന്നത്തെ അവസ്ഥയിൽ തന്നെ അന്ന് വീടായിരുന്നു, ഇന്ന് ഷെഡ് പൊളിച്ചിട്ടേക്കണ്. കയറ് മുറിച്ചിട്ടത് ഒക്കെ അവിടെ കാണാം. അവൻ തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പാണ്. അവൻ അവിടെ 11 മണിക്ക് കണ്ടതായിട്ട് ചിലര് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.